ഇത് നമ്മുടെ സഞ്ജു ന്യൂസിലൻഡിനെതിരായ ബൈലാറ്ററൽ സീരീസിൽ മൂന്നാം മത്സരത്തിൽ മാറ്റ് ഹെൻറിയുടെ ഫസ്റ്റ് ബോളിൽ കളിച്ച ഷോട്ടാണ്. അതായത് T20 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ആ ഒരു ബാഡ് ഫേസ് ഉള്ള ആ ഒരു T20 സീരീസ്. ഇനി ഈ കാണുന്നത് ഇതേ സഞ്ജു തന്നെ ഇതേ മാറ്റ് ഹെൻറിക്കെതിരെ വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ച ഷോട്ടാണ്. ഫസ്റ്റ് ബോളിൽ കളിച്ച ഷോട്ടാണ് ഈ കാണുന്നത്. ഈ രണ്ട് ഷോട്ട് തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഈ ടെലികാസ്റ്റിങ്ങിൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷേ ഈ രണ്ട് ബോളും എറിഞ്ഞിരിക്കുന്ന സെയിം ലെന്തും ലൈനും തന്നെയാണ്. ഒരുപാട് മൂവ്മെൻറ്റ്സ് ഞാൻ ഒരുപാട് ഈ വീഡിയോ കണ്ടു. ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒന്നും ഇതിനകത്ത് ഇല്ലതാനും. സ്വിങ്ങോ അല്ലെങ്കിൽ സീമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിനകത്ത് ബാറ്റ്സ്മാൻ പ്ലേ ചെയ്തിരിക്കുന്ന ഷോട്ടുകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നാമത്തേതിനകത്ത് സഞ്ജുവിന് യാതൊരു ക്ലൂ ഇല്ലാതെ ഫസ്റ്റ് ബോൾ തന്നെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ തന്നെ പരാജയമായിരുന്നു. അതായത് വളരെ നിർണായകമായ മൂന്നാം മത്സരത്തിൽ ഫസ്റ്റ് ബോളാണെന്ന് പോലും നോക്കാതെ സഞ്ജു ഒരു ഫ്ലിക്ക് ഓൺ സൈഡിലോട്ടൊരു ഫ്ലിക്ക് കളിക്കാൻ ശ്രമിക്കുന്നു. ടൈമിങ് തീരെയില്ല, ബൗൾഡാകുന്നു. ഇതേ സഞ്ജു തന്നെ മാറ്റ് ഹെൻറിയുടെ ഇതേ സിമിലർ കൈൻഡ് ഓഫ് ഡെലിവറിയിൽ ഇത്തവണ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസോടെ ഫസ്റ്റ് ബോൾ ഡിഫെൻഡ് ചെയ്യുന്നു. അതായത് കോൺഫിഡൻസും അല്ലെങ്കിൽ ഇൻറ്റൻറ്റും മൈൻഡ് സെറ്റും ഒക്കെ ഒരു പ്ലെയറെ എത്രമാത്രം വ്യത്യസ്തനാക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ രണ്ട് ക്ലബ്ബുകൾ. ആ ആദ്യത്തെ മത്സരത്തിൽ സഞ്ജുവിന് യാതൊരു ലക്ഷ്യമോ എയിമോ കോൺഫിഡൻസോ ഒന്നുമില്ല. സഞ്ജു തന്നെ പറഞ്ഞു, എനിക്ക് ടീം അംഗങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് വരുന്നില്ല. അത് തന്നെയാണ് കണ്ടത്. യാതൊരു ക്ലൂ ഇല്ലാതെ എന്തിനോ വേണ്ടി കളിക്കുന്ന ഒരു സഞ്ജു. ആ സഞ്ജു അല്ല. ആ ഫസ്റ്റ് ബോൾ കുറ്റി തെറിച്ചപ്പോഴേ നമ്മൾ എഴുതിയ ഇത് നമ്മൾ സഞ്ജു അല്ല. എന്നാൽ ഇതേ ബോൾ തന്നെയാണ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഒരു നേരിയ വ്യത്യാസം കാണും. പക്ഷേ സെയിം കൈൻഡ് ഓഫ് ഡെലിവറി. പക്ഷേ ഇത്തവണ സഞ്ജു ഡിഫെൻഡ് ചെയ്തിട്ട് സഞ്ജുവിന് അറിയാം ഇതൊരു നല്ലൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. ഫൈനലിലെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നല്ല ഫോമിലാണ്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മാറ്റ് ഹെൻറി എന്ന് റെസ്പെക്ട് ചെയ്താക്കിയാന്ന് കരുതി അദ്ദേഹം ആദ്യത്തെ 3 ബോൾ ഡോട്ടായിരുന്നു. 4 ബോളാണ് 6 അടിച്ച് അദ്ദേഹം ഫൈനലിൽ തുടങ്ങിയത്. അപ്പം കോൺഫിഡൻസും ഇൻറ്റൻറ്റും ഒക്കെ ഒരു ബാറ്റ്സ്മാനെ മാത്രമല്ല ഒരു പ്ലെയറെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ നമ്മൾ കണ്ട ക്ലബ്ബ്. സത്യത്തിൽ ക്രിക്കറ്റിൽ മാത്രമല്ല, നമുക്ക് റിയൽ ലൈഫിൽ ഉപയോഗിക്കാവുന്ന ഒരു സാധനം കൂടിയാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനമൊക്കെ. പക്ഷേ എനിവേ സഞ്ജു, യു ആർ ദി സ്റ്റാർ ഓഫ് ദി ടൂർണമെൻറ്റ്. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് T20 വേൾഡ് കപ്പിനെ സംബന്ധിച്ചുള്ളത്.